നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ ഇപ്പൊ കണ്ടാ തോന്നുന്നത് എന്താണെന്നറിയോ? ഒറീസയെന്നും ബംഗാളിന്നും ഒക്കെ ഇവിടെ റോഡ് വെട്ടാനും കൽപ്പണിക്കും ഒക്കെ വരുന്ന കൂലിപ്പണിക്കാരില്ലേ, അവരുടെ ഭാര്യമാരാ ഇതുപോലെ കഞ്ഞിക്കലും മീൻചട്ടിയും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. അതൊരു കുറവാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് സുസ്മിതേ? പുറം നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന കുടുംബങ്ങളെ ഇവിടെ അധ്വാനിച്ച് തന്നെയാ ജീവിക്കുന്നത്. അമ്മയുടെ കൂട്ടുകാരിയുടെ വീടെന്നുള്ള അധികാരത്തില് നീ സത്യാമ്മയുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന ആഹാരത്തെക്കാൾ രുചിയുണ്ടാവും അവര് ശരീരം വിയർത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിന്. ഇപ്പൊ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയ കാറിന്റെ ഫ്യൂല് പോലും എന്റെ വിഷ്ണുവേട്ടന്റെ അമ്മയുടെ കാശ് കൊണ്ട് അടിക്കുന്നതല്ലേടി. നല്ല ദണ്ണുണ്ടല്ലേ നിനക്ക്. എന്നാലേ ഇതൊക്കെ ഒരു മിടുക്ക. എടി, ദണ്ണോന്നല്ല എനിക്ക് തോന്നുന്ന ഈ വികാരത്തെ പറയേണ്ടത്, പുച്ഛം. വല്ലവന്റെയും പണം ഊറ്റിക്കുടിച്ച് തഴച്ചു വളരുന്നൊരു ഇത്തിൽ കണ്ണിയോട് തോന്നുന്ന പുച്ഛം. എടി, ഇത്തിൽ കണ്ണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ചെടികളെ പോലെ മണ്ണുമായിട്ട് ബന്ധമൊന്നുമില്ല. ആരെങ്കിലും ഊറ്റിക്കുടിക്കാനാ അതിന്റെ ജന്മം തന്നെ. ഈ പേനും കൊതുകും മുട്ടയും ഒക്കെ ഇല്ലേ, ചോര എന്റെ ഭക്ഷണം. രക്തം കുടിക്കുന്നല്ലോ എന്ന് കരുതി ആ ജീവികളോട് ആർക്കെങ്കിലും അസൂയ തോന്നൂ? പുച്ഛം, കൂടിപ്പോയാ ഒരു സഹതാപം, അത്രേ ഉള്ളൂ. ആ വല്ലവന്റെയൊക്കെ തല്ലുകൊണ്ട് ചാവുന്നത് വരേ ഉള്ളൂ അതിന്റെയൊക്കെ തിളപ്പം. ഒരു ദിവസം, ഒരേ ഒരു ദിവസം മറ്റാരുടെയും സഹായമില്ലാതെ എന്നെ പോലെ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ജീവിച്ച് കാണിക്ക. എന്നിട്ട് നീ ചോദിക്ക, കാണുമ്പോ ദണ്ണോ അസൂയൊക്കെ തോന്നുന്നുണ്ടോന്ന്. നാട്ടുകാരുടെ എച്ചിലെടുത്തും ചായ ഗ്ലാസ് കഴുകിയും കിട്ടുന്ന നക്കാ പിച്ചുകൊണ്ട് ജീവിച്ച നിനക്കൊക്കെ മണ്ണും ചെളിയും പാടമൊക്കെ ദൈവമായിരിക്കും. ഇന്നത്തെ ജനറേഷൻ അധ്വാനിക്കുന്നത് ശരീരം കൊണ്ടല്ലടി, ബുദ്ധി കൊണ്ടാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടില്ലേ നീ? നിർമ്മിത ബുദ്ധി. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു പ്രോഗ്രാം കോഡ് ചെയ്ത് വെച്ച ആ ലക്ഷ്യം മുന്നിൽ കണ്ട് രാവും പകലും അത് പ്രവർത്തിച്ചോളൂ. എന്റെ തലച്ചോറിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ബുദ്ധിയാണടി നിന്നെ തെരുവിൽ ഇങ്ങനെ നാടോടി വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. ജോലിയുടെ അധ്വാനത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞ് നീ പോയി ജീവിച്ചോ. ആ പിന്നെ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു മഹാകാവ്യം എഴുതി വാഴക്കുലേന്നോ തേങ്ങാക്കുലേന്നോ ഒക്കെ പേരും ഇട്ടോ. പക്ഷേ ഭാമാന്റിയുടെ വീട്ടിലേക്കുള്ള വഴി നീ മറന്നേക്ക്, എന്നേക്കുമായി. സുസ്മിതേ, രോഹിത്ത് മടങ്ങി വരുന്നത് വരെ മാത്രമേ നിന്റെ ഈ സുഖവാസം ഉണ്ടാവൂ. പിന്നെ നിനക്കുള്ളത് വനവാസമല്ല, ജയിൽവാസ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.